സർവീസ് നമ്മളെ ഒതുക്കിച്ച്. ആ ഇത് എത്ര സീറ്റർ വണ്ടിയാ? 17. ഓക്കെ, തിരിച്ചയക്കണം എങ്ങനെയാണ്? ഓക്കെ, അപ്പുറത്ത് കൊടുക്കണം. ഓഫ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് താമസമാണ്. ഓക്കെ, ഒറ്റയടിക്ക് എടുക്കുമോ? ഒറ്റയടിക്ക് എടുക്കും, സാധാരണ അടിക്കുന്ന എടുക്കും. അതെ, പമ്പ് ചെയ്തെടുക്കേണ്ടി വന്നല്ലോ. ഹാൻഡ് ബ്രേക്ക് ഇത്. ഓക്കെ, എൻജിൻ ബേ തുറക്കണമെങ്കിൽ ഇതില്ലേ? ഓക്കെ, എൻജിൻ ബേ നോക്കിയിട്ട് അടഞ്ഞാളത്തില്ലേ? ഈ കീ ഓ, അന്നേരം ഇത് വരുമല്ലേ? ഇനി എന്തെങ്കിലും ഓണാക്കി കൊടുക്കാം. ഓണെന്ന് പറഞ്ഞ സംഭവത്തെ ഫാനില്ലേ, അത് പ്രസ് ചെയ്ത് പിടിച്ച്. ആ ഓക്കെ, ഇനി ടെമ്പറേച്ചർ അല്ലല്ല, ഇനി എ സിയുടെ സ്വിച്ചില്ലേ, ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയുള്ള പരിപാടി അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ഒരു കീ വെച്ചേക്കും? അത് നമ്മൾ ഈ കിലോമീറ്റർ എ സി നോൺ എ സി ഓടാൻ പറ്റിയ വണ്ടി. ഓ ശരി ശരി ശരി. എ സി ഇട്ട് ഓടുമ്പോൾ അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എത്ര നേരം എ സിയിൽ ഓടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓ, ഇപ്പം എന്ത് മൈലേജ് ഒക്കെ വരും? അന്നേരം മൈലേജൊക്കെ ഒരു 8 കിലോമീറ്റർ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. ആവും. വണ്ടി എടുത്തിട്ട് കുറച്ചില്ലേ. ഓക്കെ, ഇത് എന്ത് എൻജിൻ, എത്ര CC എൻജിനാണ് വരുന്നത്? ഇത് 2600. ഓക്കെ, വലിയ ചേഞ്ച് ഇല്ല, കാർ ഓടിക്കുന്ന പോലൊക്കെ തന്നെ. അതുപോലെ നീളം, ബാക്കിലോട്ടുള്ള നീളം ഒന്ന് ശ്രദ്ധിച്ചു. ഹൈറ്റ് കൂടുതലുണ്ടല്ലോ സീറ്റിങ്ങിന്. ആ ഓ ശരി ശരി. ആ അങ്ങനെ വിസിബിലിറ്റി ഒക്കെ നല്ല രീതിയുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എക്കോ മോഡുണ്ടോ? എക്കോ മോഡുണ്ട്. വലിവ് കുറയോ? വലിവ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഞാൻ ഒന്ന് ഇട്ട് ഓടിച്ച് നോക്കിയതാ. വേണമെന്ന് ഇട്ട് ഓടിച്ച് നോക്കിയതാ. റിസർവായി. അത്
ഈ റൈറ്റ് സൈഡിലുള്ള മീറ്റർ എന്തിന്റെ AC വർക്ക് ചെയ്ത് എത്ര മണിക്കൂർ അതാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓ അത് ശരിക്കും ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? അതൊരു മണിക്കൂർ വെച്ച് അത് വരുന്നത്. അത് റീസെറ്റ് ചെയ്യാൻ പറ്റുമോ? റീസെറ്റ് ചെയ്യാൻ പറ്റിയല്ല. ഇപ്പൊ നമ്മൾ എടുക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ 45 ഇപ്പൊ അത് ക്ലോസ് ചെയ്തേക്കുന്നെങ്കിൽ നമ്മൾ 2 മണിക്കൂർ ഓടി കഴിഞ്ഞാൽ 2 കയറി വരും. ഓ ശരി ശരി ശരി. അങ്ങനെയാണ്. അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ ഓട്ടത്തിനുള്ള ഒരു പർപ്പസ് എന്നുള്ള മാത്രം രീതിയിലാണോ? അതെ അതെ. അല്ലെങ്കിൽ ആ മീറ്ററിന്റെ ആവശ്യമില്ല. ഇതിപ്പം ടാക്സി പെർമിറ്റ് ആയതുകൊണ്ട് ചില ആൾക്കാർ ഓട്ടം വിളിക്കുമ്പോ ഇത് നോൺ AC ഓടുന്നവരുണ്ട്. ഓ ശരി. അന്നേരം ഓടിയോന്ന് അറിയാൻ പറ്റില്ല. അല്ല AC ഓടുന്നവർക്ക് അന്നേരം ഇത് ഓണാക്കിയിട്ടാ മതി എത്ര മണിക്കൂർ AC വർക്ക് ചെയ്തു. ഓ ശരി ശരി. ആ ഓട്ടം വെച്ച് അറിയാൻ പറ്റത്തില്ല, വെറുതെ ഓണാക്കി AC ഇടാമല്ലോ. കിലോമീറ്റർ വെച്ച് പറയാൻ പറ്റില്ല. ആ അഞ്ചല്ലേ? ഓടിക്കാൻ രസമുണ്ട്. ഗിയർ ഇച്ചിരി ടൈറ്റ് ആണ്. ഗിയർ ഇത്രയല്ലേ ആയിട്ടുള്ളൂ വണ്ടി. പിന്നെ ഇത് കേബിൾ ഗിയർ ഇതാണല്ലോ, കേബിളിലാണ് പോകുന്നത്. ഓ ശരി ശരി. ഇതിന് പല ഇങ്ങനെ സീറ്റിംഗ് ഓപ്ഷൻ ഉണ്ടോ? വേറെ സീറ്റ്സ് ഉണ്ട്? 26 ഉണ്ട്, 19 ഉണ്ട്, 14 ഉണ്ട്, 10 ഉണ്ട്. ഓ എന്ത് വില വരും ഇപ്പൊ നമ്മൾ ഈ ഓടിക്കുന്ന സാധനത്തിന്? ഇതിന് 21 വരുന്നത്. പിന്നെ AC നമ്മൾ അഡീഷണൽ ചെയ്താണ്. AC ജോഷിലാണ് ചെയ്തത്. ജോഷി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1 രൂപ. പിന്നെ ഇന്റീരിയറും കൂടെ ചെയ്തു. ഈ ലൈറ്റ്, അതിന്റെ റെക്സിന്. ശരി ശരി. അപ്പൊ വണ്ടി അന്നേരം AC ഇല്ലാതാണോ വരുന്നത്? AC ഇല്ലാതെ. ഓക്കെ. ഈ സംഭവങ്ങളൊക്കെ ഇല്ല, എല്ലാം പിന്നെ ചെയ്യുന്നത് രണ്ടാമത് ചെയ്യുന്നു. പ്ലെയിൻ വണ്ടിയാണ്. ഓ ശരി ശരി. അടിക്കണല്ലേ? അങ്ങ് തിരികട. ഒരു ബൈക്ക് ഉണ്ട്. ഓക്കെ. അത്യാവശ്യം നല്ല ഒടിവുണ്ട്. നല്ല ഒടിവുണ്ട്. കാരണം ഞാൻ പിടിച്ചതിലും നല്ല തിരിഞ്ഞു വന്നത്. ഏകദേശം ഒന്നുകൂടെ റിവേഴ്സ് എടുക്കേണ്ടി വരുമെന്ന് കരുതി. ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. അതെ അതെ. ആഡ് ബ്ലൂ ഉണ്ടെന്നോ അല്ലേ? 1 മീറ്റർ ആഡ് ബ്ലൂവിന്റെ വണ്ടിയല്ലേ? ഓ BS6 ഡീസൽ വണ്ടിക്ക് എല്ലാം ആഡ് ബ്ലൂ. അത് എത്ര നാള് ഇടുമ്പോ ഇങ്ങനെ തീരുത്? അത് കിലോമീറ്റർ അനുസരിച്ചാണ്.
ഇതിപ്പോ ഒരു 8,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മള് അടുത്ത റീഫിൽ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാല് പ്ലെയിൻസിൽ ഓടുവാണെങ്കിൽ ആഡ്ബ്ലൂവിന്റെ യൂസേജ് കുറയും. നമ്മൾ ഹിൽസിൽ ഓടുവാണെങ്കിൽ ആഡ്ബ്ലൂവിന്റെ യൂസേജ് കൂടും. RPM കൂടുന്നതനുസരിച്ച് ഇതിന്റെ യൂസേജ് വ്യത്യാസം. അതെങ്ങനെ ഒരു ലിറ്ററിനാ വില? അതൊരു 10 ലിറ്ററിന് 1000 അടുത്ത് രൂപ വിലയാണ്. ഓ ശരി ശരി. ഈ ചെടികളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ? ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളെ ഒതുക്കിച്ച് അവിടെ നമ്മൾ ഒതുക്കാൻ വേണ്ടി കേജി പിടിച്ചു വരുന്നതാണ്. ഞാൻ പിന്നെ അയാളോട് ഇങ്ങനെ വള്ളി പോകുന്നു. അല്ലെങ്കിൽ ഇവര് വന്ന് വരച്ചു വെച്ചിട്ട് പോയാലുണ്ടല്ലോ നമുക്ക് ഒന്നും കിട്ടാനൊന്നുമില്ല. അതൊന്നും ചോദിച്ചാ ആരോട് ചോദിക്കാതാ. അങ്ങനെ ആരേലും ഇപ്പൊ ഡിപ്പോയിൽ ചെന്ന് പറഞ്ഞാൽ ഡിപ്പോ മാനേജർ കയ്യിൽ നിന്ന് പൈസ എടുത്ത് തരികയല്ല. ഇവര് പറയും ഡിപ്പോയിൽ പോയി പറയാനും പറയും. വളരെ തട്ടിയാലൊന്നും ഒരു കാര്യമില്ലല്ലേ? ഒന്നുമില്ല. KSRTC ആയിട്ട് ചെറിയ തട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുള്ളല്ലാതെ ഒരു ഗുണമില്ല. അല്ലാതെ അവര് പൈസ തന്നിട്ട് ഒന്നും നടക്കില്ല. ഇനിയിപ്പം ചെറിയ തട്ടാണേലും കണ്ടക്ടറോ ഡ്രൈവറോ പൈസ തന്നു കഴിഞ്ഞാൽ അവർക്ക് ഡിപ്പോയിന്ന് പൈസ കൊടുക്കില്ലല്ലോ. അങ്ങനെ ഒരു ഇത് ഇല്ലല്ലോ അതിനകത്ത്. അല്ലെങ്കിൽ അത്രയും മേജർ ആക്സിഡന്റ് വലുതാണേല് നടക്കില്ല. എന്നാലും നാളുകൾ നമ്മൾ ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും. അങ്ങനെ ഗിയറും കൂടെ ഇട്ട് പിടിക്കുന്ന കുറച്ചുകൂടെ ബ്രേക്ക് നല്ലതെന്ന് തോന്നുന്നു അല്ലേ? ബ്രേക്ക് നല്ലത് അതാണ്. ട്രാവലറിനുള്ള പൊതുവെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബ്രേക്കാണ്. അതിപ്പോ ഇവിടെ ഒന്നും പ്രശ്നം വരികയില്ല. കിങ്സ് ഇറങ്ങി വരുമ്പോൾ മലയോര മേഖലകളൊക്കെ അത് ഇറങ്ങി വരുമ്പോഴാണ് ബ്രേക്കിന്റെ പ്രശ്നം. സ്റ്റീറിംഗ് വീലിന് ശകലം മുഴുപ്പ് കൂടുതലുണ്ട്. മുഴുപ്പെന്ന് പറയുന്നത് റൗണ്ട് കൂടുതലാണ്. ഓ ശരി. ഇങ്ങനെ പിടിക്കാനുള്ള റൗണ്ട് കൂടുതലാണ്. ഞാൻ നേരത്തെ എവിടെയൊക്കെ ബ്രൈറ്റ് തപ്പിയപ്പോ അത് കാണുന്നില്ല. ഈ എമർജൻസി സ്വിച്ച് ഒക്കെ എന്തിനുള്ള? എമർജൻസി അത് RTO ടാക്സി വണ്ടികൾക്കുള്ള സംഭവമാണ്. അത് പാനിക് ബട്ടനാണ്. ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് പോലീസ് സ്റ്റേഷനിൽ പോകും. RTO ഓഫീസിലോട്ട് അറിയാൻ പറ്റും. ശരി. അങ്ങനെയാണ് അത് പറയണത്. പിന്നെ ബാക്കിയുള്ള അത് ആഡ്ബ്ലൂവിന്റെ BS6ന്റെ അത് സ്റ്റിയറിംഗിന്റെ അടിയിൽ ഒരു ഇത് വന്നിട്ടില്ല. അത് ഓണാക്കണ്ട. പണിയാകും. അത് ഓട്ടോമാറ്റിക് ഇത് ചെയ്യുന്നത്.
സെൻസറൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നല്ലേ? സെൻസർ കമ്പനി സെൻസർ വരുന്നു, വേറെ ഒന്നുമില്ല. ഫുള്ള് ഓടിച്ചിട്ട് പോലെ ഒന്നുകൂടെ ഫ്രണ്ട് എടുക്കേണ്ടി വരും അല്ലേ? അല്ല, കിട്ടുമായിരിക്കും. അത് കിട്ടും. ഇനി സ്റ്റഡി ചെയ്ത് പോലെ തിരിച്ചു പിടിച്ചു. ഓ, സെൻസർ അടിച്ച് പയ്യെ പോലെ. ഓക്കെ, എത്താറായ? ഇല്ലില്ല, കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ പറയാം. പയ്യെ വാ. പോരെ. ഇനി കുറച്ചുകൂടെ വരുമോ? ഒരു 1/2 1/2 മീറ്റർ. മീറ്റർ. മതി. വെറുതെ ഓഫ് ചെയ്യാലോ? AC ഓഫ് ചെയ്യണോ ആദ്യം? ഇതിനകത്ത് ഓഫ് ചെയ്യണോ? ഇതിനകത്ത് ഓഫ് ഇല്ലല്ലോ. അത്രയുള്ള പരിപാടി. ഓക്കെ, ഓക്കെ. അപ്പോൾ താങ്ക് യു. ഓക്കെ.